ഒഴിച്ചുകറിയില്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ചോറ് കഴിക്കാനായിട്ട് ഇത്തിരി പാടാണല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു കിടിലൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. അതും വളരെ പെട്ടെന്ന് റെഡിയാക്കാം. എല്ലാവർക്കും മത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ചക്കപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വരിക്കച്ചക്കയുടെ ചുളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. വരിക്കച്ചക്കയാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റും കൂടുതൽ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു 4-5 ചുള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ചക്കക്കുരു എല്ലാം കളഞ്ഞ് പാടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്താ ഇവിടെ കത്രിക കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. കത്തിയേക്കാൾ കൂടുതൽ സൗകര്യം കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെ നമ്മൾ ചക്കപ്പഴമൊക്കെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതാ നമ്മൾ ചക്കപ്പഴം കട്ട് ചെയ്തതെല്ലാം നമ്മൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കപ്പഴം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഞാനിവിടെ ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നമ്മുടെ ഉരുള ഉണ്ണിയുടെ വൈറലായിട്ടുള്ള കോവിലകം മാമ്പഴ പുളിശ്ശേരിയുടെ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിനി ചക്കപ്പഴം വേവുന്ന നേരം കൊണ്ട് അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ തേങ്ങയും അതുപോലെ തന്നെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാതെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരപ്പെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കപ്പഴം വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ അതാ ചക്കപ്പഴമൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കപ്പഴം പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ പച്ചച്ചക്ക വേവുന്നതിൻ്റെ അത്ര പോലും ടൈം വേണ്ട ഈ പഴുത്ത ചക്ക വേവാനായിട്ട്. അപ്പോൾ ചക്കപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ജാഗരി പൗഡർ ഇട്ട് കൊടുക്കാം. ശർക്കര പൊടി അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പൊടി ഉള്ളതുകൊണ്ട് പൊടി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഇട്ട് ഇനി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ശർക്കര ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ ഇട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല രീതിക്കൊന്ന് ആ ശർക്കര പാനിയെല്ലാം പിടിച്ച് ആ ചക്കപ്പഴമൊക്കെ നല്ല രീതിക്കൊന്ന് കുറുകി വരുന്നുണ്ട്. നെയ്യും കൂടെ ഒഴിച്ചത് കൊണ്ടേ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് വളരെ കുറച്ച് അരപ്പേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പെല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ അരപ്പും നമ്മളെ ചക്കപ്പഴത്തിലും ഇതിലെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിക്കുന്ന രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മളിതാ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ചക്ക വേവിക്കുന്ന സമയം തന്നെ ഉപ്പിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ പുളിശ്ശേരിയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മളിതാ ഉണക്കമുളകും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെക്കുന്നതെല്ലാം നമ്മുടെ കോവിലകം മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ റെഡിയായ താളിപ്പ് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ താളിപ്പ് ഒഴിക്കുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു സ്മെല്ലാണ്, കാരണം നെയ്യിൻ്റെ മണമാണല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൈ കൊണ്ട് ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇടുമ്പോഴുണ്ടല്ലോ കറിവേപ്പിലയുടെ കറക്റ്റ് സ്മെല്ല് നമുക്ക് കറിയിൽ കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്താലുണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറുകിയ ചക്കപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരവും പുളിയും എല്ലാം കൂടെ നിറഞ്ഞ സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എന്നാൽ പിന്നെ നമുക്കിനി ഇത്തിരി ചൂട് ചോറിൻ്റെ കൂടെ പുളിശ്ശേരിയും കൂടെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ചക്കപ്പഴം പുളിശ്ശേരി കഴിക്കാനേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.